ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാളത്തെ കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ സുധീഷിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഗായത്രിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയായിരുന്നല്ലോ സുധീഷ്. എല്ലാവരുടെ എന്റെ ഗായുവിന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പം ഫ്രണ്ട്സും എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഗായത്രി എല്ലാരെയും നമ്മുടെ സുധീഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് സുധീഷ്, എന്റെ ബോയ് ഫ്രണ്ട് ആണ്, എന്റെ ലവർ ആണ് എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം സുധീഷിന് ആകെ ഒരു ഇതായിപ്പോയി. വെറും ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് സുധീഷ് ഗായത്രിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിധിയുടെ മുന്നിൽ ഒന്ന് കാണിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ അതിനേക്കാൾ ഏറെ ഗുലുമാലായല്ലോ എന്ന രീതിയിൽ സുധീഷ് ആകെ ടെൻഷനായി. അപ്പം അതിന്റെ ഇടയിൽ ഗായത്രിയുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഇനിയിപ്പോ കേക്കൊക്കെ കട്ട് ചെയ്യാം, അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഭയങ്കര ഇതായിട്ടൊക്കെ നടത്തി. പക്ഷെ സുധീഷിന് എന്തോ വല്ലാത്ത ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഗായത്രി തന്റെ തലയിൽ ഇങ്ങനെ ആയി പോകുമോ എന്നൊരു വിചാരം. കാര്യം വേറൊന്നുമല്ല, താൻ ആ രീതിയിലല്ല ഗായത്രിയെ കാണുന്നത്. പക്ഷെ ഗായത്രി കാണുന്നത് ശരിക്കും ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെയാണ് സുധീഷിന്റെ അടുത്ത് മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് അവസാനം സുധീഷിന് തന്നെ പണിയാകും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഗായത്രിയുടെ ഒന്ന് രണ്ട് ബോയ് ഫ്രണ്ട്സ് ഒക്കെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുധീഷിനോട് അതിലൊരു പയ്യൻ ചോദിച്ചു, അല്ല എങ്ങനെ ഗായത്രി ആയിട്ട് ചേട്ടൻ പരിചയപ്പെട്ട? അത് ഞങ്ങള് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു, ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗായത്രി പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് സുധീഷ് ചേട്ടന്റെ വണ്ടി കാറില് ഓട്ടം വിളിച്ച് ഓട്ടം പോയായിരുന്നു. അന്നേരം ഞാൻ എന്റെ മൊബൈല് സുധീഷിന്റെ കാറിൽ വെച്ച് മറന്നുപോയായിരുന്നു. സുധീഷ് ചേട്ടൻ അത് അവിടെയുള്ള ഒരു കടയിലടുത്ത് കൊടുത്തായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് തൊട്ട് ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തിയായിട്ട് സുധീഷ് ചേട്ടനെ തോന്നിയായിരുന്നു. പിന്നെ പല പ്രാവശ്യമായിട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് കാണാറുണ്ട്. സുധീഷ് എന്റെ കസിൻസിന്റെ കൂടെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ വിളിക്കുകയും പിന്നെ സംസാരിക്കും, പിന്നെ പല പ്രാവശ്യമായിട്ട് കാണും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നും കാണാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നൊക്കെ പറഞ്ഞു. സുധീഷ് അങ്ങ് വല്ലാണ്ടായി പോവാണ്. കാരണം ഈ ഗായത്രി ആ രീതിയിലൊക്കെയാണ് എല്ലാം കണക്കാക്കിയിരിക്കുന്നത്. സുധീഷിനറിയാം ഇത് കണക്ക് തന്നെ, ഇനി തലയൂരി പോറില്ല, ചില്ലറ കളിയൊന്നുമല്ല. അങ്ങനെ ആകെ ഇടങ്ങേറായിട്ട് ഇങ്ങനെ നിൽക്കുക, ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ. അങ്ങനെ സുധീഷ് പതുക്കെ വാഷ്റൂമിൽ ഒന്ന് പോയിട്ട് വരാൻ ഗായത്രി എന്നും പറഞ്ഞ് പെട്ടെന്ന് വാഷ്റൂമിൽ പോവാണ്. അപ്പോഴേക്കും കുറെ നേരമായിട്ടും കാണാഞ്ഞുകൊണ്ട് ഗായത്രി സുധീഷിന്റെ നമ്പറിലോട്ട് വിളിക്കുകയാണ്. ഇത് എവിടെയാ? അപ്പോൾ നമ്മുടെ സുധീഷ് കോൾ എടുക്കാനായിട്ട് നിന്നതേ ഇല്ല. കാര്യം വേറൊന്നുമല്ല, ഇനിയിപ്പോ കോൾ എടുത്തു കഴിഞ്ഞാൽ വേഗം ചെല്ലാൻ പറയും. ഇവിടെ നിന്ന് തടി തപ്പണതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ നമ്മുടെ സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പതുക്കെ മൂങ്ങ കേട്ടോ. ഈ സമയം നമ്മുടെ സുഭാഷും അതുപോലെ ഹരീഷും നികേഷും നിധി എല്ലാരും കൂടെ ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പൊ നല്ല ചൂടൻ ദോശ ഓംപ്ലേറ്റ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ഇന്നിപ്പോ സുധീഷ് ഏട്ടൻ എന്തായാലും നല്ല അടിപൊളി ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആയിരിക്കും. അപ്പൊ നിധിയും ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്തായാലും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറഞ്ഞു, അപ്പൊ അവന് ഫുഡ് വെക്കണ്ടേ, ചിലപ്പോ അവൻ വന്നിട്ട് കഴിക്കും. അപ്പൊ നികേഷ് പറഞ്ഞു, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയാൽ നല്ല അടിപൊളി ഫുഡല്ലേ സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ കഴിച്ചിട്ടേ വരുള്ളൂ. ഹരീഷും പറഞ്ഞു, അതെ അതെ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം, അവന്റെ ആ മുട്ട ഓംപ്ലേറ്റ് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാണാം നമ്മുടെ സുധീഷ് അങ്ങനെ വരെയാണ്. അപ്പം നികേഷ് പറഞ്ഞു, ഇതെന്താ ഇത്ര വേഗം വന്ന, ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു, ഇപ്പൊ പോയില്ലേ ഉള്ളൂ. ഹരീഷ് പറഞ്ഞു, ബർത്ത്ഡേ പാർട്ടിക്ക് പോയ മട്ടില്ലടാ. ഇല്ല, വേണമെങ്കിൽ ഗായത്രീനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ബർത്ത്ഡേക്ക് പോയിട്ടാ വന്നേന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സുധീഷ് സുഭാഷിന്റെ അടുത്ത്, സുഭാഷ് ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് എന്തെങ്കിലും എന്താ? അവിടെ പോയിട്ട് അപ്പൊ ഫുഡും കഴിച്ചില്ലേ അവരൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞാൻ ഫുഡ് കഴിക്കാനും മറ്റൊന്നും നിന്നില്ല, ഞാൻ ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. ഇതെന്ത് ബർത്ത്ഡേ പാർട്ടിയാ, ഇതിലെന്തോ പന്തികേടുണ്ട്. എന്ത് പന്തികേട്, നീ ഒന്ന് പോടാ സുഭാഷ് ഏട്ടാ, എനിക്ക് തന്നേന്ന് പറഞ്ഞുകൊണ്ട് ദോശയും അതൊക്കെ ആയിട്ട് സുധീഷ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് പതുക്കെ നികേഷിന്റെ അടുത്ത് പറഞ്ഞു, എടാ മുഖലക്ഷണം കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് ഇല്ലേ? അപ്പൊ നികേഷ് പറഞ്ഞു, എനിക്കും തോന്നി എന്തോ പന്തികേട് ഉണ്ട്.
ഇനി വഴക്കിട്ട് കാണോ അറിയില്ല. അപ്പൊ നിധിയും മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ സുധീഷിന്റെ, ഒരു കള്ളത്തരം മണക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു അല്ല എന്നാലും ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് ഫുഡ് കഴിക്കാണ്ട് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കാണാം. സുധീഷ് ഏട്ടന്റെ ഒരു രീതി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വരേണ്ടത്. എനിക്ക് സുഭാഷ് ഏട്ടന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് തന്നെ കഴിക്കണം, അതുകൊണ്ടാണ് ഞാനിങ്ങി പോന്ന. ഓ എന്തൊരു സ്നേഹം, ഹരീഷ് പറഞ്ഞു. നിധി ഇരുന്ന് ചിരിക്കട്ടോ. അപ്പൊ ഈ സമയത്ത് സുധീഷിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് കോൾ എടുക്കണില്ല. വീണ്ടും രണ്ടാമത് കോൾ. അപ്പൊ നികേഷ് പറഞ്ഞത് ഗായത്രി ആണല്ലോ വിളിക്കണേ, എടുക്ക് സുധീഷ് ഏട്ടാ, ഞാൻ ഇപ്പൊ എടുക്കണില്ല, ഇപ്പൊ ആഹാരം കഴിച്ചോണ്ടിരിക്കല്ലേ, നീ ഇരുന്ന് കഴിക്ക് എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെട്ടു കേട്ടോ. അല്ല ഹരീഷ് അല്ല, നമ്മുടെ സുധീഷ് ദേഷ്യപ്പെട്ടേന്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. അങ്ങനെ തുടരെ നമ്മുടെ ഗായത്രി വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് തോന്നി ഇതെന്തോ പന്തികേടാണ്, എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ വന്നേക്കണേ. അപ്പൊ ഹരീഷ് പറഞ്ഞു വേറൊന്നുമില്ല, ഇപ്പൊ തല ഊരാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും, മിക്കവാറും ആ പോക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ എന്നിങ്ങനെ ഹരീഷും പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് സുധീഷിന് ആകെ ടെൻഷനായി. സുധീഷ് അയ്യോ ഈ പണ്ടാരത്തിന് ഇനി എങ്ങനെ എന്റെ തലേന്ന് ഊരും, ഇതൊരു വല്ലാത്ത പുലിവാലായല്ലോ. അങ്ങനെ ആ രാത്രിയിലൊക്കെ നമ്മുടെ ഗായത്രി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷിനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ട് പാടില്ല. അങ്ങനെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ആവേണം. അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് അടുക്കളയിലൊക്കെയാണ്. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നികേഷ് ചെന്ന് ഓടി കെട്ടിപ്പിടിക്കുകയാണ്, സുഭാഷ് ഏട്ടാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഭാഷ് ചോദിച്ചു എന്താടാ നിനക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വല്ലതും കിട്ടിയോ? അതെന്താ സുഭാഷ് ഏട്ടാ അങ്ങനെ പറഞ്ഞ്? അല്ല നിന്റെ ഒരു പകപ്പീര് സ്നേഹമൊക്കെ കണ്ട് ഞാൻ ചോദിച്ചതാ. ഒന്നുമില്ല. എന്നാ ഏതോ പരീക്ഷാ പേപ്പർ സൈൻ ചെയ്യാനുണ്ടാവും, അതായിരിക്കും. ഇല്ല സുഭാഷ് ഏട്ടാ. നിധി അപ്പൊ ഒരൊറ്റ ചിരി. അപ്പൊ നികേഷ് പറഞ്ഞു കണ്ടോ എന്നെ കളിയാക്കണുണ്ടോ ഈ നിധി ഏട്ടത്തി എന്ന് പറയണ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങോട്ട് വരേണ്. ഒരു കിളി പോയ കണക്കുള്ള ഇരിപ്പൊക്കെയാണ് സുധീഷിന്റെ. അപ്പൊ നിധി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ പന്തികേടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പോണ സമയത്ത് നമ്മുടെ നിധിയുടെ ഫോണിലോട്ട് ഒരു കോള് വരെയാണ്. മറ്റാരുമല്ല, നമ്മുടെ ദിവ്യ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ്. അപ്പൊ ദിവ്യ വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴാണ് നിധി വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തോ വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയണം. സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഭാസ്കരൻ പുറത്ത് കിടക്കുന്ന ആളാണ്, പക്ഷെ ഇന്നലെ എങ്ങോട്ടോ അകത്താ കിടന്നത്. അപ്പം ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ഭാസ്കരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിധി ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തു പറ്റി? അപ്പൊ പറഞ്ഞു ഒന്നുമില്ല മോളെ. അപ്പൊ പറഞ്ഞു പനിക്കുന്നുണ്ടല്ലോ അച്ഛാ, എന്താ പറ്റിയത്? പനിക്കുന്നുണ്ട്, നന്നായിട്ട് തണുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിധി സുഭാഷിനെ വിളിച്ചു, സുഭാഷ് ഏട്ടാ ഒന്നിങ്ങി വന്നേ, അച്ഛന് പനിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് എന്ന് കയ്യിലുള്ള ഏതോ മെഡിസിൻ എടുത്തോണ്ട് വന്ന് അത് കൊടുക്കേനെ കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു എനിക്ക് ആശുപത്രിയിലൊന്നും പോണ്ട, മോക്ക് എന്നാ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും സുധീഷ് നിധിയുടെ അടുത്ത് പറഞ്ഞു അതെ അങ്ങനെയാ, വലിയ മൈൻഡൊന്നും കൊടുക്കണ്ട. അതെ ഇവിടെ സുധീഷിന്റെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ വല്ല സഹായം ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. എന്നും പറഞ്ഞുകൊണ്ട് നിധി ദേഷ്യപ്പെട്ടു കേട്ടോ. അങ്ങനെ നിധി പെട്ടെന്ന് കഞ്ഞിയൊക്കെ റെഡിയാക്കി ഭാസ്കരന്റെ അടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അച്ഛാ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ, ആ ഗുളികയും കഴിച്ച് ഈ കഞ്ഞി കംപ്ലീറ്റ് ആയിട്ട് കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധി പോവാണ്. അപ്പം സുഭാഷ് പറയുന്നുണ്ട് മോള് പൊക്കോ, ടെൻഷൻ ആവണ്ട. അപ്പൊ നിധി പറഞ്ഞു ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം, ഓഫീസിൽ നിന്ന് അച്ഛന് പനി കുറവില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് കൊണ്ടുപോവാം സുഭാഷ് ഏട്ടാന്ന് നിധി പറയാനേട്ടോ. ആയിക്കോട്ടെ മോളേന്ന് സുഭാഷും പറഞ്ഞു. അങ്ങനെ നിധി ജോലിക്കൊക്കെ പോവേണ്ട. അപ്പോഴേക്കും സുധീഷ് അല്ലെങ്കിൽ എന്നും ബസ് സ്റ്റോപ്പിൽ ഓടുന്ന ആളാ. അപ്പം നമ്മുടെ നിധി നികേഷിന്റെ അടുത്ത് ചോദിച്ചു അല്ല ഇന്ന് എന്താ വണ്ടി സ്റ്റാൻഡിൽ തന്നെ കിടക്കുന്നത്? അപ്പം ഹരീഷ് ചോദിച്ചു ഏത് വണ്ടിയുടെ കാര്യ? അല്ല ഈ വണ്ടി, അതായത് സുധീഷിനെയാണ് ഉദ്ദേശിച്ചതെന്ന് നിധി പറഞ്ഞു. അതെന്താന്ന് ഇന്നലെ മുതൽ മനസ്സിലാവണല്ലോ ഏട്ടത്തി, എന്താണാവോ? അപ്പൊ നികേഷ് ചോദിച്ചു അല്ല ഇന്നെന്തേ ഓടുന്നില്ലേ ഗായൂനെ കാണാൻ? അപ്പൊ സുധീഷ് പറഞ്ഞു ഇന്ന് പോകുന്നില്ലടാന്ന്. അതിനെ പറ്റി ഇന്ന് പോവാത്ത? ഇന്ന് എന്റെ ഗായു വരില്ല, പിന്നെ ഞാൻ വെറുതെ അവിടെ ആരെ കാണാനാ പോണേ എന്നിങ്ങനെ നിധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. സുധീഷിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ്, ഇതെങ്ങനെ ഈ പണ്ടാരം തലേന്ന് ഊരി പോകും എന്ന് ഓർത്തിട്ട് സുധീഷിന് വല്ലാത്ത ടെൻഷൻ
ടെൻഷനായിരുന്നു. അങ്ങനെ സുധീഷ് ഒരു ഓട്ടം പോവുകയാണ്. അപ്പൊ ആ ഓട്ടം വന്ന കസ്റ്റമർ ഓട്ടം പൊക്കോണ്ടിരുന്നപ്പോ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോടാ സുധീഷേ ഒരു ട്രാവൽസ് ഒക്കെ തുടങ്ങണമെന്നുള്ളത്. ആ തുടങ്ങണം സാറേ, പക്ഷെ നല്ല കാശ് വേണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം, സമയം നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് സുധീഷിന്റെ ഫോൺ ബെല്ലടിക്കാണ്, നമ്മുടെ ഗായത്രിയാണ്. അപ്പൊ ആ കസ്റ്റമർ ബാക്കി ഇരുന്നവര് പറഞ്ഞു, അതെ കോൾ എടുക്കണമെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് എടുത്തോ. അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ വണ്ടി ഓടിക്കുമ്പോ കോള് വന്നാൽ എടുക്കാറില്ല എന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും വിളിക്കാണ്. സുധീഷ് സൈലന്റ് ആക്കി മടുത്തു. ഒടുവില് നമ്മുടെ സുധീഷിന് ഭ്രാന്ത് പിടിച്ചു. സുധീഷ് അങ്ങനെ അവരെ ഓട്ടം പോയി അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഫോൺ എടുത്തിട്ട് നോക്കിയപ്പോ 17 മിസ് കോള് വന്ന് കിടക്കാം. അത് നമ്മുടെ ഗായത്രിയുടെയാണ്. അങ്ങനെ സുധീഷ് അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോ ഗായത്രി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ സുധീഷ് ഏട്ടാ, എന്റെ കോൾ ഇന്നലെ മുതൽ ഞാൻ വിളിക്കണല്ലേ, എന്ത് തെറ്റ് ഞാൻ ചെയ്തത്, എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേ, എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, അതെ ഇന്നലെ ബർത്ത്ഡേ പാർട്ടിയിൽ എന്തൊക്കെയാ ഗായത്രി വിളിച്ചു പറഞ്ഞത് ഫ്രണ്ട്സിന്റെ അടുത്ത്? ഞാൻ എന്താ സുധീഷ് ഏട്ടാ പറഞ്ഞത്? അതെ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, എന്റെ ലവറാണ്, എന്തൊക്കെയാ പറയണത്? ഞാൻ എപ്പോഴെങ്കിലും ആ രീതിയിൽ ഗായത്രിയോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മാത്രമല്ലേ സംസാരിക്കാറുള്ളൂ, അല്ലാണ്ട് അതിനപ്പുറം വേറൊരു രീതിയൊന്നും ഞാൻ ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും ഗായത്രി ഒരൊറ്റ കരച്ചിലാട്ടോ. അപ്പൊ സുധീഷ് എന്നെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നല്ലോ, എന്നോട് ഫോണിൽ സംസാരിക്കും. ഞാൻ ആ നികേഷിന്റെ അടുത്ത് പറഞ്ഞല്ലോ സുധീഷ് ചേട്ടനെയാണ് എനിക്ക് ഇഷ്ടമൊന്നും, ആ നമ്പർ മേടിച്ച് തരണമെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ സുധീഷ് ചേട്ടനെ അറിയായിരുന്നല്ലോ എനിക്ക് ഇഷ്ടമായോണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ അങ്ങനത്തെ രീതിയിലൊന്നും കുട്ടി പഠിക്കുക, കോളേജിൽ പഠിക്കുന്ന പ്രായം, ഞാനൊരു ടാക്സി ഡ്രൈവറാ, നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു ചേർച്ചയൊന്നുമില്ല. പിന്നെ എന്റെ കുടുംബം പശ്ചാത്തലം ഇതൊന്നും അറിയാണ്ടാണ് കുട്ടി, എന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയാണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി വെക്കണേന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അവസാനം എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ഗായത്രി ഒരേ കരച്ചില്ല. അപ്പൊ സുധീഷിന് ദേഷ്യം വന്നു. അപ്പൊ ഗായത്രി പറഞ്ഞു, അതെ ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും സുധീഷിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു രീതിയിൽ എന്നോട് സംസാരിക്കുക രാത്രിയിലൊക്കെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതി. ഇപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഇഷ്ടം സുധീഷിനില്ല, എന്ത് പറ്റി, ഞാൻ എന്ത് തെറ്റാ ചെയ്ത സുധീഷ് എന്നൊക്കെ ചോദിച്ചിട്ട് ഗായത്രി ഭയങ്കര സുധീഷിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സുധീഷിന് വല്ലാത്ത ദേഷ്യം വന്നു. സുധീഷ് കോള് കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് എന്റെ തലേന്ന് പോവില്ല എന്നുള്ള കാര്യം സുധീഷിന് ഉറപ്പായി. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചു ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. ഇതേ സമയം നിധി പതിവിലും നേരത്തെ ഇന്ന് ഓഫീസിൽ നിന്ന് വരെയാണ്. വന്നപ്പോഴേക്കും ഭാസ്കറിന് വല്ലാത്തൊരു പനിയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാച്ചാ എന്ന് പറഞ്ഞ് നിധി ഭാസ്കറിനെ വഴക്ക് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്, ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുക, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആകെ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്താൽ ഭാസ്കരൻ ഹോസ്പിറ്റലിൽ പോകാനൊന്നും വരില്ല. അങ്ങനെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭാസ്കറിന്റെ പനിയൊക്കെ മാറി വരണം. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും രാവിലെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീഷ് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, ഇന്ന് എന്താ കഴിക്കാൻ സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുഭാഷ് അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ദോശയും ചമ്മന്തിയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഓ എന്നും ഈ സുഭാഷ് ചേട്ടൻ്റെ ദോശയും ചമ്മന്തിയാണോ ഇവിടെ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കണം ഇങ്ങനെ. അപ്പോഴേക്കും നമ്മുടെ നിധി അകത്ത് നിൽക്കുന്ന സുധീഷ് കണ്ടില്ലായിരുന്നു കേട്ടോ. നിധി പറഞ്ഞു, ആണോ, അങ്ങനെയാണെങ്കിൽ സുധീഷിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചോ, ഇവിടെ ആരും തടസ്സം പറഞ്ഞില്ലല്ലോ. അയ്യോ നിധി അകത്തുണ്ടായിരുന്നോ, ഞാൻ കണ്ടില്ല കേട്ടോ. നിധി തുറപ്പിച്ചൊന്ന് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നികേഷ് വന്നിട്ട് ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടാ ഇന്ന് എന്താ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ? നമ്മുടെ സുഭാഷ് സന്തോഷത്തോടെ പറയണേ, അതെ ഇന്ന് നല്ല അടിപൊളി സാമ്പാറും ആലു ഫ്രൈയും ഉണ്ടെന്ന് പറഞ്ഞു. ആലു ഫ്രൈയോ? അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, കണ്ടോ ആലു ഫ്രൈയേ, കണ്ടില്ലേ? അപ്പോഴേക്കും നമ്മുടെ നികേഷ് വന്നിട്ട് പറഞ്ഞു, ഇക്കണക്കിന് പോവാണെങ്കിൽ ഒരു ഇച്ചിരി കഴിയുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയും ആലു ഫ്രൈയൊക്കെ ആയിരിക്കും കിട്ടണേ. അതെ ചാന്ദിനിയുടെ കുക്കിങ് എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോഴേക്ക് സുഭാഷിന് എന്തോ പോലെ ആവുകയാണ് കേട്ടോ. അപ്പം ആലു ഫ്രൈയുടെ പേര് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ സുഭാഷ് ചേട്ടനെ അങ്ങോട്ട് കളിയാക്കുന്ന ഒരു സീനാണ്. സുഭാഷിന് ചിരി വന്നിട്ട് പാടില്ല. നികേഷും സുധീഷും ഹരീഷും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കളിയാക്കൽ. ആകെപ്പാടെ സുഭാഷിന് ഒരു ചമ്മലും ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഭാസ്കറിൻ്റെ പനിയൊക്കെ കുറഞ്ഞു വരെയാണ്. അങ്ങനെ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഗായത്രിയുടെ കേസ് ഇനി എന്തായി തീരും എന്നൊന്നും അറിയില്ലല്ലോ. കാരണം ഈ രീതി പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ്, അവൾ എൻ്റെ തലയിലിരിക്കുമോ? കാരണം നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ കാണിച്ചതാണ്.
പക്ഷേ അത് ചക്കന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞുള്ളൊരവസ്ഥയാണ് സുധീഷിന് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.